ഹലോ അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക്. എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. ഇന്നിതാ ഹെയർ ബാൻഡ് മേക്കിംഗ് ട്യൂട്ടോറിയലായിട്ടാണ് വന്നിട്ടുള്ളത്. കൂടുതൽ ആൾക്കാരും റിക്വസ്റ്റ് ചെയ്യുന്നത് ഹെയർ ബാൻഡ് മേക്കിംഗ് വീഡിയോ ഇടാൻ വേണ്ടിയിട്ടാണ്. അതുകൊണ്ട് തന്നെ ഇന്നത്തേത് ചെറിയ മക്കൾക്ക് പോലും റെഡിയാക്കി എടുക്കാൻ പറ്റുന്ന ഒരു വളരെ സിമ്പിളായിട്ടുള്ള ഒരു ഹെയർ ബാൻഡ് മേക്കിംഗ് വീഡിയോ ആണ്. കുറഞ്ഞ മെറ്റീരിയൽസ് മാത്രമേ നമുക്കിതിനായിട്ട് ആവശ്യമുള്ളൂ. അപ്പോൾ എന്തായാലും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണുക. ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാനും മറക്കണ്ട. അതുപോലെ തന്നെ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്യണേ. അപ്പോൾ ഇതിന് വേണ്ട മെറ്റീരിയൽസാണ് ഞാൻ സ്റ്റാർട്ടിങ്ങിൽ കാണിച്ചിട്ടുള്ളത്. നമുക്ക് മെയിനായിട്ട് വേണ്ടത് 2 ഐറ്റംസാണ്. ഒന്ന് വയർ ഹെയർ ബാൻഡും അതുപോലെ തന്നെ സ്റ്റോൺ ചെയിനും. അത് രണ്ടും കയ്യിലുണ്ടെങ്കിൽ അതെടുക്കുക. അതുപോലെ തന്നെ ഇതിൽ ചെറുതായിട്ടൊന്ന് ഡിസൈൻ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് 2 ഐറ്റംസ് കൂടെ വേണം. ഞാനിവിടെ ഗിയർ വയർ എടുത്തിട്ടുണ്ട്. ഗിയർ വയറും പിന്നെ ഏതെങ്കിലും ഒരു ഷേപ്പ് സ്റ്റോണോ നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ അതും കൂടെ എടുക്കുക. ഞാനിവിടെ കുന്തൻ സ്റ്റോൺ എടുത്തിട്ടുള്ളത്. ഐ ഷേപ്പിൽ വരുന്ന കുന്തൻ സ്റ്റോൺ എടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ എടുത്ത് വെച്ചിട്ടുള്ള ആ ഒരു സ്റ്റോൺ ചെയിന് ഹെയർ ബാൻഡിലോട്ട് ഒന്ന് ഒട്ടിച്ചു കൊടുക്കണം. B7000 ഗ്ലൂ ആണ് എടുത്തിട്ടുള്ളത്. അത് വെച്ചിട്ട് സ്റ്റോൺ ചെയിൻ ഇതുപോലെ നന്നായിട്ട് നല്ല പെർഫെക്റ്റ് ആയിട്ട് ഒന്ന് ഒട്ടിച്ചെടുക്കുക. എത്ര അളവിലാണോ നിങ്ങൾക്ക് ആവശ്യം അത്രയും അളവിൽ അതൊന്ന് ഒട്ടിച്ചെടുക്കുക. ഞാനൊരു ഹാഫ് പോർഷൻ മാത്രമേ കവർ ചെയ്തെടുത്തിട്ടുള്ളൂ. ആ ഒരു ഇയറിൻ്റെ പോർഷൻ വരുന്നത് ആ ഒരു ഭാഗത്ത് നിന്നാണ് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇതാ വീഡിയോയിൽ കാണുന്നത് പോലെ ഏകദേശം ഒരു 1/4 ഭാഗത്തോളം ഞാൻ സ്റ്റോൺ ചെയിൻ വെച്ച് ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. നിങ്ങൾക്കത് ഫുള്ളായിട്ട് കവർ ചെയ്യുന്നെങ്കിൽ അങ്ങനെയും ചെയ്യാം, അതല്ലെങ്കിൽ ഇതുപോലെയാണെങ്കിൽ ഇങ്ങനെയും ചെയ്യാം. നമുക്ക് എന്തായാലും ആ ഒരു ഹാഫ് പോർഷൻ മുഴുവനായിട്ട് കവർ ചെയ്തെടുക്കണം. അപ്പോൾ ഞാൻ ഈ ഒരു ലീഫും കൂടെ ചെയ്തെടുത്തിട്ട് ബാക്കി സ്റ്റോൺ ചെയിൻ ഒട്ടിക്കുക എന്നുള്ള രീതിക്കാണ് ചെയ്തിട്ടുള്ളത്. നിങ്ങൾക്ക് കംപ്ലീറ്റ് ആയിട്ട് ഒട്ടിച്ചിട്ട് അതിൻ്റെ മുകളിൽ ലീഫ് വെച്ച് ഒട്ടിക്കണമെങ്കിൽ അങ്ങനെയും ചെയ്യാം. രണ്ടും ചെയ്യാം, നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് നിങ്ങൾക്ക് ചെയ്തെടുക്കാം കേട്ടോ. ഇനി നമുക്ക് ഗിയർ വയർ വെച്ചിട്ട് ഇതുപോലെ ചെറിയൊരു പെറ്റൽ റെഡിയാക്കി എടുക്കണം. നമ്മൾ സ്റ്റോൺ ഒട്ടിക്കാൻ പാകത്തിൽ ചെറിയ ചെറിയ ഹോൾ ഇട്ടിട്ട് നമ്മൾ സാധാരണ തിയാരയൊക്കെ മേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കുമല്ലോ, അതുപോലെ ചെയ്തെടുക്കണം. ചെറിയൊരു ലീഫ് പോലുള്ള ഷേപ്പിൽ ഒരു പെറ്റൽ റെഡിയാക്കി എടുത്താൽ മതി. അപ്പോൾ മുന്നേ പല വീഡിയോസിലായിട്ട് ഞാനിത് ചെയ്യുന്നത് കാണിച്ചിട്ടുണ്ടായിരുന്നു. അറിയാവുന്നവർക്ക് എളുപ്പം റെഡിയാക്കി എടുക്കാൻ പറ്റും. ഈ ഒരു രീതിക്ക് ചെറിയ ചെറിയ ഹോൾ ഇട്ട് കൊടുത്തിട്ട് 2 or 3 തവണ ട്വിസ്റ്റ് ചെയ്തിട്ട് ഇതുപോലൊരു പെറ്റൽ റെഡിയാക്കി എടുത്താൽ മതി. ഇനി ഈ ഒരു ഡിസൈൻ തന്നെ ശരിക്കും കോപ്പി ചെയ്യണമെന്നില്ല കേട്ടോ. നിങ്ങൾക്ക് നിങ്ങളുടെ ഐഡിയക്ക് അനുസരിച്ചിട്ട് ഡിസൈനിൽ മാറ്റം വരുത്താം. ഇനി ഒരു ഫ്ലവറായിട്ട് ചെയ്യണമെങ്കിൽ അങ്ങനെയും ചെയ്തെടുക്കാം. ഞാനിതുപോലൊരു ലീഫ് വരുന്ന ആ ഒരു പെറ്റലാക്കിയിട്ടാണ് ചെയ്തെടുത്തിട്ടുള്ളത്. ഇനി ഇതിൻ്റെ മുകളിൽ സ്റ്റോൺ ഒട്ടിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ ഈ ഒരു ഐഡിയ കണ്ടിട്ടുള്ളത് എവിടെയാണെന്ന് വെച്ചാൽ, ഞാൻ കുറച്ച് ദിവസം മുന്നേ ഒരു ഫാൻസി കടയിൽ കയറിയിട്ടുണ്ടായിരുന്നു. വേറെ എന്തോ ഒരു ആവശ്യത്തിന് കയറിയപ്പം ഇതുപോലെ കുറച്ചൊരു മെറ്റലിൽ വരുന്ന കുറച്ച് ഹെയർ ബാൻഡ്സ് കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതിൽ ഈ ഒരു ഡിസൈനിൽ വരുന്ന ഒരു ഹെയർ ബാൻഡ് അവിടെ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ റേറ്റ് കേട്ടിട്ട് ശരിക്കും ഞെട്ടി. 150 രൂപയായിരുന്നു റേറ്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ എൻ്റെ മൈൻഡിൽ ഓടിയ ഒരു ഐഡിയ ആണ് ഇത് നമുക്ക് വീട്ടിൽ തന്നെ റെഡിയാക്കി എടുക്കാമല്ലോ എന്നുള്ളൊരു ഐഡിയ വന്നപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയതാണ്. അത് ജസ്റ്റ് വീഡിയോ എടുത്തിട്ട് നിങ്ങൾക്കും കൂടെ ഷെയർ ചെയ്ത് തരാമെന്ന് കരുതിയിട്ട് അങ്ങനെ ചെയ്തിട്ടുള്ള വീഡിയോ ആണ്. ഈ ഒരു സെയിം മോഡൽ തന്നെയായിരുന്നു കേട്ടോ ഞാൻ അവിടെ കണ്ടിട്ടുണ്ടായിരുന്നത്. പക്ഷേ എനിക്ക് തോന്നുന്നു അത് മെറ്റലിൽ ബെൽഡ് ചെയ്തെടുത്തതാണെന്ന് തോന്നുന്നു. അതുകൊണ്ടായിരിക്കും അത്രയും റേറ്റ് അവിടെ കാണുന്നത്. പിന്നെ അവിടെ യൂസ് ചെയ്തിട്ടുള്ള ഈ ഒരു ഇതിലൊട്ടിക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്തിട്ടുള്ള സ്റ്റോൺ എന്ന് പറയുന്നത് ക്ലിപ്പ് സ്റ്റോൺ ആയിരുന്നു. അതുകൊണ്ടായിരിക്കും അതിന് അത്രയും റേറ്റ്. എൻ്റെ കയ്യിൽ ക്ലിപ്പ് സ്റ്റോൺ ഇല്ലാത്തത് കൊണ്ടാണ് ഞാൻ കുന്തൻ സ്റ്റോൺ വെച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ എന്തായാലും കാണാൻ ഏകദേശം സെയിം ആയിരുന്നു. പാറ്റേണും ഹെയർ ബാൻഡ്സൊക്കെ കാണാൻ സെയിം മോഡൽ തന്നെയാണ്. യൂസ് ചെയ്ത മെറ്റീരിയൽസിൽ കുറച്ച് ഡിഫറൻസ് ഉണ്ടെന്നേ ഉള്ളൂ. അതെന്തായാലും മേക്ക് ചെയ്യുന്നവർക്ക് അറിയാമല്ലോ, അതിൻ്റെ മെറ്റീരിയൽസ് ക്വാളിറ്റി അതൊക്കെ നോക്കിയിട്ടാണല്ലോ നമ്മൾ പ്രൈസ് ഇടുന്നത്. അപ്പോൾ എന്തായാലും ഞാൻ ജസ്റ്റ് അവിടെ കണ്ട ഒരു മോഡൽ ട്രൈ ചെയ്തേ ഉള്ളൂ. അത് നിങ്ങൾക്കും കൂടി ഷെയർ ചെയ്ത് തന്നതാണ്. എന്തായാലും കാണാൻ അടിപൊളിയാണ്. അത് മാത്രമല്ല നമുക്ക് കുറഞ്ഞ ചിലവിൽ വീട്ടിൽ തന്നെ റെഡിയാക്കി എടുക്കാനും പറ്റും. വളരെ സിമ്പിളായിട്ട് നമുക്ക് റെഡിയാക്കി എടുക്കാൻ പറ്റുന്ന ഒരു ഐറ്റമാണ്. അപ്പോൾ എന്തായാലും നിങ്ങളും കൂടെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കട്ടോ. അപ്പോൾ ഇതാ ഇവിടെ ഞാൻ ഗിയർ വയർ വെച്ചിട്ട് റെഡിയാക്കി എടുത്തിട്ടുള്ള ആ ഒരു പെറ്റൽ ഹെയർ ബാൻഡിലോട്ട് അറ്റാച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. നമ്മൾ ആ ഒരു ഗിയർ വയർ ബാലൻസ് വന്നിട്ടുള്ള ഗിയർ വയർ വെച്ചിട്ട് തന്നെ നന്നായിട്ടൊന്ന് ട്വിസ്റ്റ് ചെയ്ത് കൊടുത്താൽ മതി. നല്ല ടൈറ്റായിട്ട് ട്വിസ്റ്റ് ചെയ്ത് കൊടുക്കുമ്പോൾ തന്നെ അതവിടെ സ്റ്റിഫായിട്ട് നിന്നോളും. ശേഷം അതിൻ്റെ മുകളിൽ നമുക്ക് ഇതുപോലെ സ്റ്റോൺസ് ഒട്ടിച്ച് കൊടുക്കുന്നുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ കുന്തൻ സ്റ്റോണാണ് ഞാൻ യൂസ് ചെയ്തിട്ടുള്ളത്. ഇനി നിങ്ങളുടെ കയ്യിൽ ക്ലിപ്പ് സ്റ്റോണോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഷേപ്പ് സ്റ്റോൺസ് ഉണ്ടെങ്കിൽ അതും നിങ്ങൾക്ക് യൂസ് ചെയ്യാം. ആ ഒരു B7000 ഗ്ലൂ വെച്ചിട്ട് തന്നെ നന്നായിട്ടൊന്ന് ഒട്ടിച്ചു കൊടുക്കാം. ബാക്കി വന്നിട്ടുള്ള ആ ഒരു പോർഷനിലും കൂടെ നമ്മൾ സ്റ്റോൺ ചെയിൻ ഇതുപോലെ ഒട്ടിച്ചു കൊടുക്കാം. അപ്പോൾ നമ്മുടെ ഹെയർ ബാൻഡ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. വളരെ സിമ്പിളായിട്ട് റെഡിയാക്കി എടുക്കാൻ പറ്റുന്ന ഒരു ഐറ്റമാണ്. ഇനി ഇതിൻ്റെ എൻഡ് പോർഷൻ കവർ ചെയ്യണം എന്നുള്ളവർക്ക് ഇതുപോലെ എൻഡ് ബീഡ് ഇട്ട് കൊടുത്തിട്ട് അതൊന്ന് ഒട്ടിച്ചു കൊടുക്കാം കേട്ടോ. ഞാൻ എന്തായാലും കവർ ചെയ്യുന്നില്ല, ജസ്റ്റ് നിങ്ങൾക്ക് വേണ്ടി കാണിച്ചു തന്നേ ഉള്ളൂ. ഞാൻ ഷോപ്പിൽ കണ്ടതിനും ഇതുപോലെ കവർ ചെയ്തിട്ടൊന്നുമില്ല കേട്ടോ. ഇതുപോലെ ജസ്റ്റ് പ്ലെയിൻ ആയിട്ട് വെച്ചിട്ടുള്ളൂ. ഇനി ചെറിയ മക്കൾക്കൊക്കെ യൂസ് ചെയ്യുന്നവരാണെങ്കിൽ കവർ ചെയ്യുന്നതായിരിക്കും ഒന്നുകൂടെ ബെറ്റർ.
അപ്പോൾ ഇതാ നമ്മുടെ ഇന്നത്തെ ഐറ്റം ഇവിടെ റെഡി ആയിട്ടുണ്ട്. വളരെ സിമ്പിളായിട്ട് നമുക്ക് കുറഞ്ഞ സമയം കൊണ്ട് ഇതുപോലെ തന്നെ കുറഞ്ഞ ചിലവിൽ റെഡിയാക്കി എടുക്കാൻ പറ്റുന്ന ഒരു അടിപൊളി ഐറ്റമാണ്. സംഭവം കാണാൻ വളരെ സിമ്പിളാണെങ്കിലും ഹെയറിൽ വെച്ച് കാണാൻ വേണ്ടിയിട്ട് നല്ല ഭംഗിയുണ്ട് കേട്ടോ. എന്തായാലും ഇതുപോലെ സിമ്പിൾ ഹെയർ ബാൻഡ്സ് ഒക്കെ ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങളുടെ ഫീഡ്ബാക്കും കൂടെ അറിയിക്കാം കേട്ടോ. അപ്പോൾ ഇതാ വേറെ വലിയ മുടിയുള്ള മോഡൽസിനൊന്നും കിട്ടാത്തതുകൊണ്ട് എൻ്റെ മോളുടെ ഹെയറിൽ വെച്ചിട്ട് തന്നെ ജസ്റ്റ് നിങ്ങൾക്ക് കാണിച്ചു തരുന്നുണ്ട് കേട്ടോ. നല്ല ഭംഗിയുണ്ട് കാണാൻ വേണ്ടിയിട്ട്. ഏതൊരു ഐറ്റം ചെയ്ത് കഴിഞ്ഞാലും അതാദ്യം പരീക്ഷിക്കുന്നത് ഇവളുടെ ഹെയറിൽ വെച്ചുകൊണ്ട് തന്നെയാണ്. അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കണ്ട. നെക്സ്റ്റ് ഒരു വീഡിയോയിൽ കാണാം. ബൈ.